Let us see one question, that is a line AB 60 mm long has one of its extremities 20 mm in front of PP and 15 mm above SP. The line is inclined at 25 degree to SP and 40 degree to VP. This is the question. So, ഇതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ ഇവിടെ മനസ്സിലാക്കുക, ഞാൻ ഡയറക്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ആൻസർ ഈ കാണിച്ചിരിക്കുന്നത്. ഇതേമാതിരി നിങ്ങൾ എക്സാമിന് വരക്കണം. ഇനി ഇതെങ്ങനെ വരക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം നോക്കുക, നമ്മൾ ആദ്യം ഒരു ഫ്രീ ഹാൻഡിൽ ചിത്രം വരക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ചിത്രം ഇങ്ങനെ ഉണ്ടാവുക. നമുക്ക് line AB, the true length of the line is given. True length of the line AB is equal to 60 mm. Has one of its extremities. ഒരു ലൈൻ ഒരു രണ്ട് പോയിന്റ്, ഒരു എൻഡ് പോയിന്റ് ഇവിടെ ഉണ്ടാവും, ഒരു എൻഡ് പോയിന്റ് ഇവിടെ ഉണ്ടാവും. AB എന്നാണ് ആ ലൈനിന്റെ പേര്. One of its extremities 20 mm in front of VP and 15 mm above SP. So this is the vertical plane and this is the horizontal plane. അപ്പോൾ ഇവിടെ 20 mm in front of VP. അപ്പോൾ ഇവിടെ 20 mm and 15 mm above SP. This is 15 mm above SP. The line is inclined at 25 degree to SP. അപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളത്. ഈ ലൈൻ ക്യാപിറ്റൽ AB എന്ന് പറയുന്നത് 60 mm ആണ്. ഈ ലൈൻ HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഒരു ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയും, ഒരു ഒബ്സർവർ ഇതേ ഒബ്സർവർ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയും ആണ്. ഫൈ എന്ന് പറയുമ്പോൾ അത് ടോപ്പിൽ നിന്ന് നോക്കണം. പിന്നെ ഇതാണിപ്പോൾ നമ്മുടെ ലൈൻ AB എന്ന് വിചാരിക്കുക. ദിസ് ലൈൻ AB. ഹിയർ ദ ലൈൻ AB which is inclined to both SP and VP. അപ്പോൾ ഇത് suppose this is the vertical plane and this is the horizontal plane, VP HP. So here this is our plane, line AB. ഇവിടെ ലൈൻ AB എന്ന് പറയുന്നത് ഇങ്ങനെയാണത്, ഇങ്ങനെ. ടോപ്പിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇങ്ങനെ 5 വിത്ത് VP. ഈ ആംഗിൾ ഇതാണ് 5. ഇതും ഈ കാണുന്ന ലൈൻ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ദിസ് ഈസ് ദി 5 ആൻഡ് ദിസ് ആംഗിൾ ദിസ് ഈസ് തീറ്റ. HPയും ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ മേക്ക് ചെയ്യുന്ന ദിസ് ആംഗിൾ ഇസ് തീറ്റ. അതേമാതിരി ഈ ലൈനും ഈ VP നമ്മൾ മേക്ക് ചെയ്യുന്ന ദിസ് ആംഗിൾ ഇറ്റ് ഈസ് 5. 5 എപ്പോഴും നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണാൻ പറ്റും. തീറ്റ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആംഗിളാണ് തീറ്റ. സോ തീറ്റയും ഫൈയും തന്നിട്ടുണ്ട്. അതേപോലെ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ AB ഈസ് ഗിവൺ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് SP ആൻഡ് VP. ഇങ്ങനെയല്ല, ഇതാവുമ്പോൾ പാരലൽ ടു VP ആയി. കണ്ടോ, ഇറ്റ് ഈസ് പാരലൽ ടു VP. ഇറ്റ് ഈസ് പാരലൽ ടു VP. Now this is also parallel to SP. ഇനി ഇത് ഇങ്ങനെയൊക്കെയല്ലോ, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു HP and parallel to VP. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് ഈ ലെവലിൽ കൊണ്ടുവന്നാലോ, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു VP ആൻഡ് parallel to SP. ഓക്കെ, now it is inclined to SP and parallel to VP. Now it is inclined to VP and parallel to SP. ഇനിയിപ്പോൾ ഈ ഒരു കേസിലോ, now it is inclined to HP. Now it is inclined to VP. So this line is inclined to both HP and VP. This line is inclined to both SP and VP. അതാണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ. This line is inclined to both SP and VP. Draw its projections. അപ്പോൾ ഈ ചിത്രം നമ്മൾ ജസ്റ്റ് ഇതേമാതിരി പുള്ളെന്ന് വിചാരിക്കും. ഞാൻ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് വരക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. So this is VP, SP, this is our line. ഇങ്ങനെയുള്ള ഇത് ക്യാപിറ്റൽ A, ഇത് B, ഇത് vertical plane, ഇത് horizontal plane. So this is 20 mm in front of VP and 15 mm above SP. Capital A, capital B. This is theta. Theta പറയുമ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതേ ലൈനാണ്, പ്ലെയിനാണ്, ഇതിന് പാരലൽ. ഇറ്റ് ഈസ് 5 നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. തീറ്റ എന്ന് പറയുന്നത് SP നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും.
അപ്പോൾ നമുക്കറിയാം ഞാൻ എന്ത് ചെയ്യും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്യാപിറ്റൽ ട്രെയിൻ ഇവിടെ പ്രൊജക്ട് ചെയ്തു. അപ്പോൾ 7 കിട്ടി. പിന്നെ ഈ കാണുന്ന സ്ട്രൈറ്റ് ലൈൻ ഇവിടെ വന്നു. ശരിയല്ല? എത്ര 15 A' കിട്ടി. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഇവിടെ പ്രൊജക്ട് ചെയ്തു. സോ ദിസ് ഇസ് ദ പോയിന്റ് ബി ഡാഷ്. ഓക്കെ, നൗ A' ബി ഡാഷ് നമ്മൾ ജോയിൻ ചെയ്യാം. സോ ഇതായിരിക്കും നമ്മുടെ എലിവേഷൻ. ഇനി ടോപ്പിൽ നോക്കുമ്പോൾ ഏത് ഇവിടെ പോയിന്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഡിസ്റ്റൻസ് നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. സോ ദിസ് ഈസ് എന്താണ് 20. ഇത് 20 ആണ്. നമുക്ക് പറയാം this is vertical plane, horizontal plane. This is our line which is inclined to both HP and VP, that is capital AB, which is 60 mm, and this point capital A is 20 mm in front of VP and 15 mm above HP. Now capital A ഇവിടെ ഉള്ളത്. So this is the angle theta. Theta means angle between HP and this true length of the line. അതുകൊണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് we will call it as theta. അപ്പോൾ ക്യാപിറ്റൽ ട്രേ എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പ്രൊജക്ട് ചെയ്തു. സോ എനിക്ക് കിട്ടി വി പിയിലായതുകൊണ്ട് A'. ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ പ്രൊജക്ട് ചെയ്തു, വി പിയിലായതുകൊണ്ട് B'. പിന്നെ ഈ കാണുന്ന ഹൈറ്റ് 15 ആവുന്നുണ്ട്. അത് ജസ്റ്റ് ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു, 15 വന്നു. ഇനി A' B' നമ്മൾ ജോയിൻ ചെയ്തു. ഇതാണ് എലിവേഷൻ എന്ന് പറയുന്നത്. ഇനി ടോപ്പിൽ നിന്ന് നോക്കുന്നത്, ടോപ്പിൽ നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ട്രേ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നു, ദാറ്റ് ഈസ് സ്മോൾ ട്രേ. ഈ ഡിസ്റ്റൻസ് എത്ര 20 അല്ലേ, അത് നേരെ താഴോട്ടേക്ക് വന്നു. സോ ദിസ് ഈസ് 20. ക്യാപിറ്റൽ ട്രേ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊജക്ട് ചെയ്തു, ദാറ്റ് ഈസ് A50. ഈ കാണുന്ന 20 താഴോട്ടേക്ക് വന്നു. സോ ദിസ് ഈസ് ദി ഡയമെൻഷൻ 20. അതേമാതിരി ബി എന്ന് പറയുന്ന പോയിന്റ് സംവേർ ഇറ്റ് വിൽ കം ഹിയർ ബി. ഇനി എയും ബിയും നമ്മൾ ജോയിൻ ചെയ്ത് എന്ത് കിട്ടി, നമുക്ക് AB കിട്ടി. അപ്പോൾ ആക്ച്വൽ സ്പേസിലുള്ള ലൈനും എച്ച് പിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ആക്ച്വൽ സ്പേസിലുള്ള ലൈനും ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനും മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. എന്നാൽ ഇതേ ലൈൻ നമ്മൾ ഇവിടെ പ്രൊജക്ട് ചെയ്തല്ലോ, ഈ എലിവേഷൻ, ഇതിനെ പറയുന്ന പേരാണ് എലിവേഷൻ. ഈ എലിവേഷൻ എന്ന് പറയുന്നത് ഈ ലൈനിന് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, ഇതിനേക്കാളും ലെസ് ദാൻ ആയിരിക്കും. പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും ട്രൂ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കില്ല, അതിനേക്കാളും കുറവായിരിക്കും. അപ്പം ഈ എലിവേഷൻ എന്ന് പറയുന്ന ലൈനും ഈ വശത്തുള്ള ഈ XY എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഈ പറയുന്ന XY, ഈ XYയും ഈ എലിവേഷൻ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ പറഞ്ഞ പേരാണ് ആൽഫ എന്ന് പറയും. ഇതേ ലൈനിനാണ് ഇവിടെ വരയ്ക്കുന്നത്. ദിസ് ഈസ് ആൽഫ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇതേ HP തന്നെയാണ്, ഇവിടെ ഇതേ HP ആണ് ഇവിടെ ഉള്ളത്. അതേമാതിരി ഇതേ XY ലൈൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മൾ ആക്ച്വൽ സ്പേസിലുള്ള ട്രൂ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ HP എന്ന് പറയുന്നു. മറ്റൊരു വെൻ ഇറ്റ് ഇസ് പ്രൊജക്റ്റഡ് ഓൺ VP, അപ്പോൾ കിട്ടുന്ന ലൈനും HP നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയില്ല. അപ്പോൾ കിട്ടുന്ന ഈ എലിവേഷനും അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഈ ലൈനും XY നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ആൽഫ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എലിവേഷൻ ആൻഡ് XY ലൈൻ. ബീറ്റ അതേപോലെ വേറെ ബീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ plan and XY line. Theta is the angle between true length of the line and this is the true length of the line, capital letter AB. Theta is the angle between true length of the line and HP, and phi is the angle between this true length of the line with the VP. അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് AB കിട്ടി. അതേമാതിരി ABയും ഈ XY line നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദിസ് ഈസ് ദി ആംഗിൾ, ദാറ്റ് ഈസ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് മേലെ നോക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റൂ. ബീറ്റ എന്ന് പറയുന്നത് ഓൾവേസ് ഫ്രം ടോപ്പ്. തീറ്റയും ആൽഫയും നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഫൈയും ബീറ്റയും നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. A' B' എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. AB എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇനി നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ വ്യൂസും കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിന് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി 90 ഡിഗ്രിയിൽ താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് ആൻസർ മൊത്തം നമുക്ക് ഇതേമാതിരി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ഇത് എങ്ങനെ ഒരു പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് ചില പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ ചില ടിപ്സൊക്കെ ഉണ്ട്. ആ ടിപ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. സിമ്പിൾ പ്രോബ്ലം ആകുമ്പോൾ കുഴപ്പമില്ല, കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആകുമ്പോൾ ആ ടിപ്സ് യൂസ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഒരു ട്രയാങ്കിൾ വരക്കുക. ജസ്റ്റ് ഡ്രോ വൺ ട്രയാങ്കിൾ. Just draw one triangle. Right? Suppose this is your triangle. അപ്പോൾ ഈ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും ഫൈയും കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? എലിവേഷൻ കിട്ടും. അത് അങ്ങോട്ടൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക. അതേമാതിരി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും തീറ്റയും നമുക്ക് എന്ത് കിട്ടും? ടോപ്പ് ഇവിൻ്റെ ലെങ്ത് കിട്ടും. ഇത് 90 ഡിഗ്രിയാണ്. ഇത് ട്രൂ ലെങ്ത് ഓഫ് ലൈൻ. എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലം വെച്ച് പറയുകയാണെങ്കിൽ ഇത് 60 60. Theta is 40 degree with VP. This is 40 degree. അപ്പോൾ 64 എത്ര വരും? 60 into cos 40. ആ ലെങ്താണ് ഇവിടെ വരിക ശരിക്കും പറഞ്ഞാൽ. അതേമാതിരി ഇവിടെ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ 60 into theta is 25 degree. അപ്പോൾ 60 into cos 25. അതായിരിക്കും പ്ലാൻ ലെങ്ത് വരും. ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് അതാ വരിക. ഇനി നമുക്ക് തീറ്റയും കിട്ടി, ഫൈയും കിട്ടി, ട്രൂ ലെങ്ത് കിട്ടി, എലിവേഷനും കിട്ടി, പ്ലാനും കിട്ടി. Now we have to calculate the value of alpha comma beta. ഈ ആൽഫയും ബീറ്റ ഉണ്ടല്ലോ. എലിവേഷൻ XY ആയിട്ട് മേക്ക് ചെയ്യുന്നതെങ്കിൽ ആൽഫയും പ്ലാൻ XY ആയിട്ട് മേക്ക് ചെയ്യുന്നതെങ്കിൽ ബീറ്റയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിക്കോ, ഇതേ ചിത്രം തന്നെ നമ്മൾ ഇവിടെ വരയ്ക്കുന്നു. ഒന്നും കൂടി ഞാൻ ഇത് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ, ഇത് എലിവേഷൻ, ഇത് ഫൈ. അപ്പോൾ ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്, എലിവേഷൻ ഉണ്ട്. ഇവിടെ എന്താ ഇല്ലാത്തത്? പ്ലാൻ ഇല്ല. അപ്പോൾ അതിന് ഞാൻ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതിൽ കൂടി സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഈ ലെങ്ത് എത്രയാണോ അത് കോമ്പസ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഐ ഡ്രോ വൺ ആർക്ക്. സോ ദിസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പ്ലാൻ. അപ്പോൾ ഇവിടെ എലിവേഷനും വന്നു, ട്രൂ ലെങ്ത് ഇവിടെ കിട്ടി, പിന്നെ ഇവിടെ പ്ലാൻ ലെങ്ത്തും കിട്ടി. ഫൈ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ആംഗിളാണ് ബീറ്റ. ഫൈയും ബീറ്റയും എപ്പോഴും ചങ്ക് ബ്രദർ എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ, ഫ്രണ്ട്. ഫൈയും ബീറ്റയും ഓൾവേസ് ഫ്രണ്ട് ആയിരിക്കും. തീറ്റയും ആൽഫയും ഓൾവേസ് എന്താ പറയണ്ടേ, നല്ല കമ്പനിയാണ്. അങ്ങനെ വിചാരിച്ചേക്കുക, അല്ലാതെ മനസ്സിൽ നിൽക്കുകയല്ല നിൽക്കില്ല. സോ തീറ്റ കൊമ ആൽഫ, ഫൈ കൊമ ബീറ്റ, ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഫൈൻ്റെ കൂടെ എപ്പോഴും ബീറ്റ ഉണ്ടാവും, തീറ്റൻ്റെ കൂടെ എപ്പോഴും ആൽഫ ഉണ്ടാവും. ഇനി ആൽഫയെ കണ്ടുപിടിക്കുക, ഇതേമാതിരി സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ പ്ലാൻ ഉണ്ട്, ട്രൂ ലെങ്ത് ഉണ്ട്, തീറ്റ ഉണ്ട്. എന്താ ഇല്ലാത്തത്? എലിവേഷൻ ഇല്ല. സോ ഈ എലിവേഷൻ ലെങ്ത് ഇവിടെ നിന്ന് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഡ്രോ ആൻ ആർക്ക്. അപ്പോൾ ഇത് കിട്ടി, എലിവേഷൻ ലെങ്ത് കിട്ടിയില്ലേ? Now this measure this angle. So this is the angle alpha. അപ്പോൾ ഈ കാണുന്ന ഈ ലൈനും ഇത് നമ്മൾ വരയ്ക്കുന്ന ആംഗിളാണ് എന്താണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ എന്താ തീറ്റ? തീറ്റ മീൻസ് ഇൻക്ലിനേഷൻ ടു HP. ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ഇറ്റ്സ് പ്ലാൻ. Phi means inclination to VP. It is the angle between a line and its elevation. It is the angle between a line. Phi means it is the angle between a line and its elevation. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈന്, ഇതാണ് എലിവേഷൻ. സോ ഈ ലൈനും എലിവേഷനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. തീറ്റ മീൻസ് ഇറ്റ് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ഇറ്റ്സ് പ്ലാൻ. ഫൈ മീൻസ് ഇറ്റ് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ഇറ്റ്സ് എലിവേഷൻ. ലൈൻ ആൻഡ് ഇറ്റ്സ് എലിവേഷൻ. ഇനി നമുക്ക് നോക്കാം ജസ്റ്റ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കുന്ന ഈ ടിപ്സ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എങ്ങനെ ചെയ്യണം? ഞാൻ പറഞ്ഞു, നൗ ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. അപ്പോൾ ആദ്യം ചെയ്യണം ഫസ്റ്റ് ഇതാ, നൗ ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP. ആദ്യം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലാക്കി വെക്കുക. ഇപ്പോൾ ഞാനിത് VPക്ക് പാരലാക്കി വെച്ചു. അപ്പോൾ എനിക്കെന്ത് കിട്ടി? A', B1' കിട്ടി. എലിവേഷൻ എന്ന് പറയുന്നത് A', B', പ്ലാൻ എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ A', B', AB നമുക്ക് കാണണം. അത് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റില്ല. അതിന് ചില മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, ഇൻക്ലൈൻ ടു ബോത്ത് VP ആൻഡ് HP. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിനെ VPക്ക് പാരലാക്കി വെക്കുക, HPക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രണ്ട് നോക്കുമ്പോൾ എന്ത് കാണും? A', B' കാണുമെന്ന് പറയാൻ പറ്റില്ല. A', B1' വരയ്ക്കുക. അതാണ് ഇവിടെ വരച്ചിട്ടുള്ള A', B1' വരച്ചു. അറ്റ് ആൻ ആംഗിൾ 25 ഡിഗ്രി.
ഇനി നിങ്ങൾ നേരെ എന്ത് ചെയ്യണം, മേലെ വന്നിട്ട് നോക്കുക. ടോപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റുക? AB. കാരണം ടോപ്പ് വ്യൂവിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ABCD എന്നാണ് വരിക. വേർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ A', B', C' അങ്ങനെയാണ് വരിക. HP-ലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ABCDEF അങ്ങനെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ A', B', കിട്ടി. അപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ എന്താ കിട്ടുക? AB1 ഉണ്ടോ? A', B', പിന്നെ AB1 ഇങ്ങനെ കിട്ടില്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്നാ, ഇതിനാ നമ്മുടെ ആക്ച്വൽ ഫിഗർ ഇങ്ങനെയുള്ളത്. ഇംഗ്ലണ്ട് ബോത്ത് SP and VP ആണ്. നമ്മൾ ഇതിനാ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ A', B', വരച്ചു, AB1 വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതിന് ഇവിടെ ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആക്ച്വൽ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഒരു ആർക്കാണ് കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ B1 നിന്ന് ഒരു ആർക്കാണ് വരക്കുന്നത്. നോക്കിയിട്ട് ആ ആർക്കാണ് ഈ വരക്കുന്ന ഈ ആർക്ക് കണ്ടോ? ഇങ്ങനെ ഒരു ആർക്ക്. അപ്പോൾ ആദ്യം ഇങ്ങനെ വരച്ചു, പിന്നെ ഇവിടെ നോക്കി തിരിച്ചു. ഇനി വീണ്ടും ഫ്രണ്ട് നോക്കുമ്പോൾ എങ്ങനെയുള്ളത്? ഇങ്ങനെ ഇംഗ്ലണ്ട് ബോത്ത് SP and VP. ഇത് ഇങ്ങനെ തിരിയുന്നു. അതായത് ഇറ്റ് ഇസ് ജസ്റ്റ് റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. സി ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തിരിയുന്നത്. എന്ന് പറയുമ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക. ടോപ്പിൽ നോക്കുമ്പോൾ ഒരു സർക്കിൾ മാതിരി കാണും. ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ആ ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ലോക്കസ് കണ്ടോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇംഗ്ലണ്ട് ബോത്ത് SP and VP എന്ന് ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒരു പരുവത്തിലാക്കുക. ഇതാ ഇങ്ങനെ ലൈൻ ഈസ് ഇംഗ്ലണ്ട് ബോത്ത് SP and VP കണ്ടോ? ഇങ്ങനെയും ഇംഗ്ലണ്ട് ബോത്ത് SP and VP. ഇനി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് പാരലൽ ടു VP ആണ് ഇംഗ്ലണ്ട് VP, ഇംഗ്ലണ്ട് ടു SP. പാരലൽ ടു VP ആണ് ഇംഗ്ലണ്ട് ടു SP. പാരലൽ ടു VP എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ നമുക്ക് VP-യിൽ കിട്ടും. കണ്ടില്ലേ? അത് VP-യിലെ ഓരോ പോയിന്റിൽ നിന്നും ഈ കാണുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഒരേ ഡിസ്റ്റൻസ് ആയതിനാൽ എന്താ പറയുക അല്ലേ? സെയിം ഡിസ്റ്റൻസ് ആയതിനാൽ നമുക്ക് ട്രൂ ലെങ്ത് VP-യിൽ കിട്ടും. എന്നാൽ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? SP-ക്ക് ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ട്രൂ ലെങ്ത് അല്ല കിട്ടുക. ഇറ്റ് ഹാസ് ടു ബി ലെസ് ദാൻ ട്രൂ ലെങ്ത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വരച്ചു. സോ ദിസ് ലൈൻ ഇസ് ഇംഗ്ലണ്ട് ബോത്ത് SP and VP. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ഞാൻ ആദ്യം ചെയ്തു. ഈ ലൈനെ ഞാൻ ചെയ്തു ഇങ്ങോട്ട് തിരിച്ചു വിത്ത് റെസ്പെക്ട് ദിസ് പോയിന്റ്. നൗ ദിസ് ലൈൻ എങ്ങനെ വന്നു? ഈ ലൈനിന് ശേഷം ഇതേമാതിരി വന്നു. നൗ ഇറ്റ് ഈസ് പാരലൽ ടു VP ആണ് ഇംഗ്ലണ്ട് ടു SP. ദിസ് ഇസ് തീറ്റ. ഇത് A' B', 60. ശരിയല്ലേ? എങ്ങനെ വെച്ചു? ഒബ്സർവർ ഇവിടെ ഉണ്ട്. ഇയാൾ നോക്കുമ്പോൾ A' B', കണ്ടു. ഇനി ഇതേ വ്യക്തി നേരെ ഒരു പറവയെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നോക്കി. ഇവിടെ നോക്കുമ്പോൾ എന്ത് കിട്ടി? ഈ A-നെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ A എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് എവിടെയാണ് ഉള്ളത്? നോക്കി നോക്കാം, നല്ല കൺഫ്യൂഷൻ വരും. സി ദിസ് ഈസ് VP HP. This is line capital letter AB. The point capital letter A, this much is in front of VP and 20 mm, 15 mm above HP. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ A നമ്മുടെ പോയിന്റിനെ അനക്കൂല, സ്റ്റേഷനറിയാണ്. പക്ഷേ അതിൽ B-നെയാണ് അവിടെ അതിന് VP-ക്ക് പാരലായിട്ട് വരാൻ വേണ്ടിയിട്ട് B-നെ അങ്ങോട്ട് തിരിക്കും, ഇവിടെ അങ്ങോട്ടേക്ക്. അപ്പോൾ എന്ത് മതി? നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് ഇങ്ങനെ മാറി. ഇപ്പം എന്താ മതി? ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് തീറ്റ ഡിഗ്രി വിത്ത് SP ആണ്, പക്ഷെ പാരലൽ ടു VP ആണ്. അപ്പോൾ ഇവിടെ A' ഈ കാണുന്ന 15 എന്ത് വരും? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് അല്ല. ഇതിന് ക്യാപിറ്റൽ ലെറ്റർ A ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. A' കിട്ടി. ഈ 15 ഇവിടെ ഉണ്ട്. പിന്നെ ഈ ലൈൻ ഇവിടെ ഇങ്ങനെ വന്നു. ഇത് എന്താണ്? B'-ആണ്, B' അല്ല, B'. കാരണം നമ്മുടെ ആക്ച്വൽ ഫിഗർ ഇങ്ങനെയല്ല. ഇംഗ്ലണ്ട് ബോത്ത് SP and VP ആണ്.
പക്ഷെ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ പാരലൽ ടു വി പി ഇൻക്ലൈൻ ടു എച്ച് പി ആക്കി മാറ്റി. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി. സോ ദിസ് ആംഗിൾ ഈസ് എന്താണ്? തീറ്റ. ദിസ് ആംഗിൾ ഈസ് തീറ്റ ആണ്. അതായത് ഇപ്പം വെർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ളത് എ ഡാഷ് ബി വൺ ഡാഷ് ആണ്. എ ഡാഷ് ബി ഡാഷ് ആണെങ്കിൽ തീറ്റ അല്ല വരിക, ആൽഫ വരിക. പക്ഷേ എ ഡാഷ് ബി വൺ ഡാഷ് ആയതുകൊണ്ട് ഇവിടെ തീറ്റ വരിക. കാരണം ഈ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ തന്നെയാണ്. പക്ഷെ ആ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈനിൽ നിന്ന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ആൻസറിലേക്ക് കൊണ്ടുവരണം. അതിങ്ങനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി. ഇനി നമ്മൾ ഈ കാണുന്ന ആക്ച്വൽ ലൈൻ ഉണ്ടല്ലോ, അതുകൊണ്ട് റിമൂവ് ചെയ്ത് ഞാൻ. അപ്പോൾ ഇവിടെ എ ഇവിടെ ഉണ്ട്, ഇത് 20 ഇവിടെ ഉണ്ട്. ഇനി ഇതെല്ലാം ഞാനവിടെ ഒഴിവാക്കുന്നു. ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ സോറി ഒന്നുകൂടി പറയാം. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ ബി. അത് നമ്മൾ എ ഡാഷ് ബി വൺ ഡാഷ് പഠിച്ചു. ജസ്റ്റ് ഇങ്ങനെയൊക്കെ. ഇനി നമ്മൾ ഇവിടെ തന്നെ അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കൊണ്ടാണ് എ ഡാഷ് ബി വൺ ഡാഷ് പഠിച്ചത്. ഇനി ഇതേ വ്യക്തി നേരെ ഇവിടെ നിന്ന് നോക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഏനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു, ഏന ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആണ്. ഇതിന് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്ക്. നൗ ദിസ് ലൈൻ ഇസ് പാരലൽ ടു ദിസ് വി പി. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ ബി എന്ന് പറയുന്നത് എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി, ദാറ്റ് ഈസ് തീറ്റ കിട്ടി. ഇനി ഈ വ്യക്തി ഇവിടെ നിന്ന് നോക്കുമ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി. ഇനി ഇതേ വ്യക്തി ടോപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടും, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയല്ല കിട്ടുക, പകരം ഇവിടെ കിട്ടുക. സോ ഇത് എ ഡാഷ് ബി വൺ ഡാഷ് ആകുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ബി വൺ എന്ന് പറയും. എ ബി വൺ. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി. ഫ്രണ്ടിൽ നോക്കി എ ഡാഷ് ബി വൺ ഡാഷ് അതിവിടെ വരച്ചു. ടോപ്പിൽ നിന്ന് നോക്കി എ ബി വൺ അത് താഴെ വരച്ചു. പിന്നെ ഞാൻ ടോപ്പിൽ നിന്ന് വീണ്ടും ഇതിനെ ഇങ്ങനെയാക്കി എന്തായി മാറി? ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആയി മാറി. അപ്പോൾ ടോപ്പിൽ നിന്ന് ഞാൻ വീണ്ടും നോക്കുവാണ്. അപ്പം എന്താ പറയുക? ഇതിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു, ഒരു ആർക്ക് മാറി ഇങ്ങനെ വരും, ഒരു ആർക്ക്. ഇത് ഈ ആർക്കൊക്കെ നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആർക്കും അതേപോലെ എ ബി വൺ എന്ന് പറയുന്ന ലൈനും നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ, ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ല. ഫ്രണ്ടിൽ നിന്ന് എ ഡാഷ് ബി വൺ ഡാഷ് മാത്രമേ കാണാൻ പറ്റൂ. എ ഡാഷ് ബി വൺ ഡാഷും ടി ടിയും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റൂ. എന്നാൽ എ ബി വണ്ണും അതേമാതിരി ഈ ആർക്കും നമുക്ക് ടോപ്പിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ളത് അതിന് ഇങ്ങനെയാക്കി മാറ്റി. എ ഡാഷ് ബി വൺ ഡാഷ് വരച്ചു, ടോപ്പിൽ നിന്ന് നോക്കി എ ബി വൺ വരച്ചു, വീണ്ടും ടോപ്പിൽ നിന്ന് നോക്കി ഇതിനിങ്ങനെ തിരിക്കുമ്പോൾ ഒരു ആർക്ക് ഇങ്ങനെ രൂപപ്പെട്ടു. ഇനി വീണ്ടും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇതിങ്ങനെ തിരിയുന്നു. സോ അതെന്തായി മാറി? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കാണുക, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിളായിട്ടാണ് കാണുക. സോ ദിസ് ഇസ് ദി സ്ട്രെയിറ്റ് ലൈൻ. ഇതിന് പറഞ്ഞ പേരാണ് ലോക്കസ് ഓഫ് ബി ഡാഷ്. ലോക്കസ് ഓഫ് ബി ഡാഷ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പഠിച്ചത് ഫസ്റ്റ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. അതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി ആക്കി മാറ്റി. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് കിട്ടി. ദിസ് ഇസ് എ ഡാഷ് ബി വൺ ഡാഷ് ആംഗിൾ തീറ്റ. എ ഡാഷ് ബി വൺ ഡാഷ് ദിസ് ആംഗിൾ തീറ്റ. ഇനി ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റൂ? എ ബി വൺ, എ ബി വൺ, എ ബി വൺ. അതാണ് ഇവിടെ കാണുന്നത് എ ബി വൺ. ഇനി ടോപ്പിൽ നോക്കുമ്പോൾ ഇതിന് ഇങ്ങനെ ആക്കുമ്പോൾ എന്താ മാറി? ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയി മാറി. അപ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ആർക്ക് ഉണ്ടല്ലോ, അതാണ് ഈ ആർക്ക്. ആ ആർക്ക് ഞാൻ ഈ കാണുന്നത് ഇവിടുന്ന് കിടക്കുന്ന ഈ ആർക്ക്. ഇനി ഫ്രണ്ട് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറി? വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ട് നോക്കിയിട്ട് ഫ്രണ്ട് നോക്കുക പറയുമ്പോൾ വി പിയിലാണ് വരിക. സോ ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് ടോപ്പ് ടോപ്പ് ഫ്രണ്ട്. ഫ്രണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ, ടോപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെ വന്നു. ദെൻ റൊട്ടേഷൻ ആർക്ക്. പിന്നെ ഫ്രണ്ട് നോക്കുക ഇങ്ങനെ. ആദ്യം ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആണ്. ഫ്രണ്ടിൽ നോക്കി എന്താക്കി മാറ്റി? ഇൻക്ലൈൻ ടു എസ് പി പാരലൽ ടു വി പി ആക്കി മാറ്റി. അപ്പോൾ എ ഡാഷ് ബി വൺ ഇവിടെ വരച്ചു. നെക്സ്റ്റ് അതിൻ്റെ ടോപ്പ് മേലെ നോക്കുക, ടോപ്പ് വ്യൂവിൽ എന്ത് വെച്ചു? എ ബി വൺ കിട്ടി. ഇനി വീണ്ടും ടോപ്പ് നോക്കുക, ഇങ്ങനെ ആക്കുന്ന സമയത്ത് എന്തായി മാറി? ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആയി മാറി. ഇൻക്ലൈൻ ടു ബോത്ത് എസ് പി ആൻഡ് വി പി ആയിട്ട് മാറി. അപ്പോൾ ആർക്ക് രൂപപ്പെട്ടു. ഇനി വീണ്ടും ഫ്രണ്ട് നോക്കുമ്പോൾ എന്തായി മാറി? ഈ ആർക്കിന് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടേക്കത്തെ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. വി പിയിലാകുമ്പോൾ ബി ഡാഷ് അതിവിടെ വരച്ചു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രൂ ലെങ്ത്തും ടി ടിയും
നമ്മൾ നോക്കേണ്ടത് ഇതാ ഇതേമാതിരി ദിസ് ഇസ് VP ആൻഡ് ദിസ് ഇസ് SP. നൗ ദിസ് ഇസ് പോയിന്റ് ക്യാപിറ്റൽ ലെറ്റർ A, ഇത് B, ഇത് 5 ആണ്. ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് 60 ആണ്, 5 എന്ന് പറയുന്നത് 40 ഡിഗ്രി ടു VP ആണ്. അപ്പോൾ നമ്മൾ നോക്കുക. നൗ ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP. നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ ഇവിടെ 5 ആണ് ഇമ്പോർട്ടൻറ്റ്. നേരത്തെ നമ്മൾ ഇൻക്ലൈൻ ടു ബോത്ത് SP ആൻഡ് VP എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, VPക്ക് പാരലാക്കി വെച്ചു. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഞാനെന്ത് ചെയ്യുന്നത്, HPക്ക് പാരലാക്കി വെക്കുന്നു. അപ്പോൾ ആദ്യം ചെയ്യാം, ഇതിന് ഇങ്ങനെയാക്കി വെച്ചു. നിങ്ങൾ ടോപ്പ് നോക്കുമ്പോൾ എന്താ മതി, ടോപ്പ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. ഇൻക്ലൈൻ ടു VP പാരലൽ ടു SP എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്ലൈൻ ടു VPൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടൂ. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് നോക്കുക. അപ്പോൾ ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ നമുക്ക് കിട്ടും യു വിൽ ഗെറ്റ് AB2. ഇത് ക്യാപിറ്റൽ ലെറ്റർ A. അപ്പോൾ ഇവിടെ A' വന്നു. ഇത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 15 mm എബവ് SP. സോ ദിസ് ഈസ് A എന്ന് വന്നു. ഇനി ഇത് ഞാൻ ചെയ്തു, ആദ്യം ഇങ്ങനെ ആക്കി മാറ്റി, ഇങ്ങനെയാക്കി. അപ്പോൾ ഈ ലൈൻ സംഭവം ഇങ്ങനെ ഉണ്ടാവുക, ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ അതിന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ AB2 എന്ന് പറയും. HPയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും B2 B1 അങ്ങനെ. പക്ഷേ B1 ഓൾറെഡി ഇവിടെ ഉണ്ട്. A'(B1) ടോപ്പ് വ്യൂ B1 വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ B2 കിട്ടും. ആൻഡ് സോ ദിസ് ആംഗിൾ എത്ര വരുമോ, 5. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനും ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ഓൺ SPയും അതേമാതിരി XY നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 ആണ്. അതേമാതിരി HPയിലുള്ള പ്ലാനും XY നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ BT ആണ്. അപ്പോൾ AB2 കിട്ടി, 5 കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ വരിക, A' ഇവിടെ ഉണ്ട്. ഇതിന് A ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ഇൻക്ലൈൻഡ് ബോത്ത് VPയിലുള്ള ക്യാപിറ്റൽ ലെറ്റർ B അല്ലേ, ഈ മറ്റേ ഇതാണത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി AB2 ആകുമ്പോൾ A'(B2) ഇങ്ങനെ കിട്ടി. അപ്പോൾ ആദ്യം ഇങ്ങനെ ആക്കി, ടോപ്പിൽ നോക്കി AB2 വരച്ചു, ഫ്രണ്ട് നോക്കി A'(B2) വരച്ചു. ഇനി വീണ്ടും ഇതിന് ഇങ്ങനെ ആക്കുമ്പോൾ എന്തായി മാറി, ഇൻക്ലൈൻഡ് ബോത്ത് SP ആൻഡ് VP ആയി മാറിയില്ലേ. അപ്പോൾ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഈ ആർക്കിന് കിട്ടും. അപ്പോൾ AB2 അത് ഇവിടെ വരച്ചു, ഫ്രണ്ട് നോക്കുമ്പോൾ A'(B2) അതാണ് ഇവിടെ കാണുന്ന A'(B2). ദെൻ ഡ്രോ വൺ ആർക്ക്, ആ ആർക്കാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ആർക്ക് മേലോട്ടേക്ക്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ടോപ്പ് നോക്കി AB2 വരച്ചു, ഫ്രണ്ട് നോക്കി A'(B2) വരച്ചു. നൗ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻക്ലൈൻഡ് ടു ബോത്ത് SP ആൻഡ് VP. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പ് നോക്കി ഫ്രണ്ട് വീണ്ടും ടോപ്പിൽ നോക്കുമ്പോൾ എന്താ കാണിക്കുന്നത്, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. വെൻ യു ലുക്ക് ഫ്രം ടോപ്പ്, ഫ്രണ്ട് നോക്കുമ്പോൾ സർക്കിൾ ആയിരിക്കും, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണാൻ പറ്റുക. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ കാണുന്ന ലോക്കസ് ഓഫ് B എന്ന് പറയുന്ന സാധനം. ലോക്കസ് ഓഫ് B എന്ന് പറയുന്ന സാധനമായിരുന്നു ലോക്കസ് ഓഫ് B. പിന്നെ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ട് ലോക്കസ് ഓഫ് B' ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയുള്ളത്, ഇവിടെ ആക്ച്വലി B1' ഇവിടെ ഉണ്ട്, അതേമാതിരി B2' ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ ഇല്ലാത്തത്, B' എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. അതേമാതിരി ഇവിടെ എന്തുണ്ട്, ഇവിടെ B2 ഇവിടെ ഉണ്ട്, അതേമാതിരി B1 ഇവിടെ ഉണ്ട്. ഈ ചിത്രത്തിൽ എന്താ ഇല്ലാത്തത്, B എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ നമുക്കറിയാം A'(B' എന്ന് പറയുന്നതാണ് എലിവേഷൻ. A' ഓൾറെഡി ഇവിടെ ഉണ്ട്, B' ഇല്ല, കണ്ടുപിടിക്കണം. AB എന്ന് പറയുന്നതാണ് ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ. ഇവിടെ ഓൾറെഡി A ഉണ്ട്, പക്ഷേ B എന്താണ്, B ഇല്ല, അത് കാണണം. അത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ, ഇതാ ഈ കാണുന്ന ലോക്കസ് എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലേക്ക് ഈ A'(B2) എന്താ പറയണ്ടേ ഡിസ്റ്റൻസിലൂടെ ആർക്കം നടക്കുക വരക്കുക. അപ്പോൾ B1' B' എപ്പോഴും ഒരേ ലൈനിൽ വരും. അതേമാതിരി B2ഉം Bയും എപ്പോഴും ഒരേ ലൈനിൽ വേണം വരാൻ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ കാണുന്ന ലോക്കസിന് ഈ B2' ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടി, നമുക്ക് B' കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, B' കിട്ടി, B1' കിട്ടി, B2' കിട്ടി. അതേമാതിരി ഓൾറെഡി B1 ഇവിടെയുണ്ട്, B2 ഇവിടെയുണ്ട്. ഈ B2 കൂടിയാണ് ലോക്കസ് പാസ് ചെയ്യുന്നത്. B2 കൂടിയാണ്. അപ്പോൾ B എവിടെ ഉണ്ടാവുക, ഈ ലോക്കസിൻ്റെ മേലെ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെൻറ്ററാക്കിയിട്ട് AB1 സെൻറ്ററാക്കിയിട്ട് ഒരു ആർക്ക് വരക്കുക. അതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ഈ ലോക്കസ് ബീനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് B1 എന്ന് പറയുന്നതിൻ്റെ പേര് മാറിയിട്ട് B എന്നായി മാറും. ഇവിടെ B2' എന്നതിൻ്റെ പേര് മാറി B' എന്നായി മാറുന്നു. അതേമാതിരി ഇവിടെ B1 എന്നതിൻ്റെ പേര് മാറിയിട്ട് B എന്നായി മാറുന്നു. ഇതാണ് നമ്മൾ ഇവിടുന്ന് ഓർമ്മിക്കേണ്ടത്.
അപ്പോൾ ലോക്കസ് ഓഫ് ആദ്യം നമുക്ക് ലോക്കസ് കിട്ടും. ആ ലോക്കസിൻ്റെ മേലെ ഉണ്ടാവും ഒരു പോയിന്റ് B1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? B ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഈ ലോക്കസിൻ്റെ മേലെ തന്നെ ഉണ്ടാവുക. അതുപോലെ AB2 ട്രൂ ലെങ്ത്, അതിൽ കൂടി നമ്മൾ ലോക്കസ് വരയ്ക്കുന്നു. എവിടെയാണോ ട്രൂ ലെങ്ത് കിട്ടുന്നത് അതിൽ കൂടി നമ്മൾ ലോക്കസ് വരയ്ക്കുക. അപ്പോൾ B2 എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി ലോക്കസിൻ്റെ മേലെയുണ്ട്. പിന്നെ ഏത് പോയിന്റ് വരിക? B എന്ന് പറയുന്ന പോയിന്റ് ഈ ലോക്കസിൻ്റെ മേലെ തന്നെ വരും. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? B2 ഇവിടെയുണ്ട്, B1 ഇവിടെയുണ്ട്. B ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ B2 ഓൾറെഡി ലോക്കസിൻ്റെ മേലെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് വേണം? B1 B ആക്കി മാറ്റണം. അപ്പോൾ ഇത് സെൻറ്ററാക്കിയിട്ട് ആർക്കാക്കിയിട്ട് താഴോട്ടേക്ക് വരച്ചുള്ള, ഇവിടെ ഇത് സെൻറ്ററാക്കിയിട്ട് ആർക്കാക്കിയിട്ട് മേലോട്ടേക്ക് വരച്ചുള്ള. അങ്ങനെ എന്ത് കിട്ടി? B ഡാഷും കിട്ടി, Bയും കിട്ടി. ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ടേക്ക് വരച്ചാൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഒരേ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചിത്രം സക്സസ് ആവൂ. ഇവിടെ കണ്ടോ? ഈ ലൈൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതിന് 90 ഡിഗ്രി ആയിട്ട് വരണം. B ഡാഷും Bയും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് എക്സാക്ട് 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിന് പറഞ്ഞ പേരാണ് പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയും. ഇതിനെ പറയും പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയും. ഇവിടെ ഞാൻ ബ്ലൂ കളർ വെച്ച് വരച്ചത് കൺസ്ട്രക്ഷൻ ലൈനായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റെഡായിട്ട് വരച്ചത് HB പെൻസിൽ, അതായത് XY ലൈൻ, തിക്കായിട്ടുള്ള ലൈൻ. ബ്ലാക്കിൽ വരച്ചതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ മെത്തേഡിൽ വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അത് കുറച്ചൊരു വിഷമമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ മറ്റേ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് നോക്കാം എങ്ങനെയാണ് കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ട്രൂ ലെങ്ത് 60 ആണ്, തീറ്റ 25 ആണ്, ഫൈ = 40 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? നമുക്ക് മറ്റേ ഇത് സംഗതി അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വരച്ചു ട്രയാങ്കിൾ 90 ഡിഗ്രി. ട്രൂ ലെങ്ത്തും ഫൈ ആകുമ്പോൾ എനിക്ക് കിട്ടും എലിവേഷൻ, ട്രൂ ലെങ്ത്തും തീറ്റ ആവുന്ന സമയത്ത് എനിക്ക് കിട്ടും പ്ലാൻ കിട്ടും. ലോക്കസ് വരച്ചു, ഇതിൽ കൂടി ലോക്കസ് വരച്ചു, കട്ട് ചെയ്തു, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ എലിവേഷനും ട്രൂ ലെങ്ത് ആകുമ്പോൾ ഇവിടെ പ്ലാൻ കിട്ടി. അതേമാതിരി ഇവിടെ എന്ത് കിട്ടി? പ്ലാനും ട്രൂ ലെങ്ത് ആകുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇവിടെ നമുക്ക് തീറ്റൻ്റെ കൂടെ എപ്പോഴും ഒന്നുണ്ടാവുക ആൽഫ. ആൽഫ പറയുമ്പോൾ എലിവേഷൻ ആംഗിൾ, ഫൈ എന്ന് പറയുന്നത് ബീറ്റ, ബീറ്റയാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആൽഫ = ദിസ് മച്ച് ആൻഡ് ബീറ്റ = ദിസ് മച്ച്. ആൽഫ എത്ര വരിക? ആൽഫൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നത് ആൽഫ = 34 ഡിഗ്രിയും ബീറ്റ = 45 ഡിഗ്രിയും വരും. ആൽഫ = 34, ബീറ്റ = 45. നോക്കണേ, തീറ്റനെക്കാട്ടും വലുതായിരിക്കും എപ്പോഴും ആൽഫ. തീറ്റ എന്ന് പറയുന്നത് 25 ആണ്, അപ്പോൾ അതിനെക്കാട്ടും വലുതായിരിക്കും ആൽഫ. അതേമാതിരി ഫൈ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, അതിനെക്കാട്ടും വലുതായിരിക്കും ബീറ്റ. അതേമാതിരി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനിനെക്കാട്ടും ചെറുതായിരിക്കും എലിവേഷനും പ്ലാനും. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈനിനെക്കാട്ടും ചെറുതായിരിക്കും എലിവേഷനും പ്ലാനും. ആൽഫ എന്ന് പറയുന്നത് തീറ്റയെക്കാളും വലുതായിരിക്കും, ബീറ്റ എന്ന് പറയുന്നത് ഫൈനെക്കാട്ടും വലുതായിരിക്കും. ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ ആൽഫയുടെ വാല്യൂ തീറ്റയെക്കാളും ചെറുതാണെങ്കിൽ നിങ്ങളുടെ ആൻസർ റോങ് ആണെന്നതിന് അർത്ഥം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇന്റർസെക്ഷൻ ഓഫ് VP ആൻഡ് HP ഇസ് ദി XY ലൈൻ ഞാൻ വരച്ചു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എന്താ പറയുന്നത്? ലൈൻ ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് there are two extremities, one capital letter A and another one is capital letter B. Capital letter A എന്ന് പറയുന്ന പോയിന്റ് 20 mm in front of VP and 15 mm above HP എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ in front of VP and above HP എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലായി. The point capital letter A lies in the first quadrant. When a point lies in the first quadrant നമുക്കെന്ത് പറയാം? Its elevation A dash will come above XY line and A will come below XY line നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിത്രം വെച്ച് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്നത് ഇവിടെയാണ് 20, ഇത് 15. അപ്പോൾ ഇവിടെ 15 വരും. സോ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദി പോയിന്റ് 15 ആൻഡ് ദിസ് വൺ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 20. ഇത് വരച്ചു. ഇനിയൊരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ചു, ഇവിടെ ഇങ്ങനെ വരച്ചു. പിന്നെ പറയുന്നത് ദിസ് ലൈൻ ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്ന ലൈൻ 20 ഡിഗ്രി വിത്ത് HP ആൻഡ് 45 ഡിഗ്രി വിത്ത് VP എന്ന് പറഞ്ഞിട്ടുണ്ട്. This capital letter AB is 25 degree with HP and 40 degree with VP. 40 degree with VP എന്നതിന് പകരം 0 degree with VP എന്ന് പറയുമ്പോൾ എന്തായി മാറി? ആ ലൈൻ ക്യാപിറ്റൽ ലെറ്റർ ABക്ക് ആ ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായി മാറി, HPക്ക് ഇൻക്ലൈനായി മാറി. When a line is parallel to VP, so you will get the true length of the line. You will get it. പക്ഷേ ഈ കേസിൽ ഇത് ഇൻക്ലൈൻഡ് ബോത്ത് HP ആൻഡ് VP ആണ്. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ട്രൂ ലെങ്ത് ഓഫ് ലൈൻ നമുക്കറിയാം, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ചില മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഈ ലൈനിനെ എന്ത് ചെയ്തു? VPക്ക് പാരലാക്കി മാറ്റുന്നു. സോ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ടോപ്പിൽ നോക്കുമ്പോൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മാറി ഈ ലൈൻ ഇവിടെ കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 25 ഡിഗ്രി സംതിങ് ആംഗിളിൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു.
So this is A dash B1 dash. This is the true length of the line. So ഉടനെ ലോക്കസ് പഠിച്ചോ, കുഴപ്പമില്ല. ലോക്കസ് എന്തെങ്കിലും കൂടി പാസ് ചെയ്യാം. This is locus of B dash. അപ്പോൾ locus of B dash എന്ന് പറയുന്ന പോയിന്റ് ഇതിന്റെ മേലെ എവിടെയെങ്കിലും വരും. അപ്പോൾ B1 ഡാഷിനെ പറ്റി B ഡാഷിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി B2 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ B ഡാഷിന്റെ പോയിന്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ A ഡാഷ് B1 ഡാഷ് കിട്ടി. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? A ഡാഷ് B1 ഡാഷ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും അതിൻ്റെ ടോപ്പ് വ്യൂ B1 ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ A ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന് ജസ്റ്റ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ബ്ലൂ കളർ തിൻ ലൈൻ വെച്ചിട്ട് just draw a perpendicular. It will intersect here. So this is the point AB1. Once you got out the value of AB1, പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? With respect to this point, ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക് വരച്ചേക്കുക. ഒരു ആർക്ക് ഇങ്ങനെ വരച്ചേക്കുക. കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് വരച്ചു. അപ്പോൾ A dash B1 dash വരച്ചു, AB1 വരച്ചു, then AB1 എന്നതിൻ്റെ ആർക്കും കൂടി വരച്ചു. ഇതാണ് AB1 എന്നതിൻ്റെ ആർക്ക്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? തീറ്റ കിട്ടി. ഇത് ആൽഫ അല്ല, തീറ്റയാണ്. ആൽഫ എപ്പോഴാണ് വരിക? A dash B ഡാഷിൻ്റെ കൂടെ മാത്രമേ ആൽഫ വരൂ. A dash B1 ഡാഷിൻ്റെ കൂടെ എപ്പോഴും തീറ്റയെ വരും. AB2 എന്നതിൻ്റെ കൂടെ എപ്പോഴും ഫൈയെ വരും. AB എന്നതിൻ്റെ കൂടെ എപ്പോഴും ബീറ്റയാണ് വരിക. അത് ഓർമ്മിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ് എന്താ? സെക്കൻഡ് കേസ് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ എന്താണ്? AB2 അല്ലേ? സോ കീപ് യുവർ പ്രൊട്രാക്ടർ ഹിയർ, മെഷർ ദി ആംഗിൾ. എത്രയാ? ഫൈ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി വരക്കുക. വരച്ചില്ലേ? വരക്കുമ്പോൾ ഏകദേശം ഇവിടുത്തോട്ട് കിട്ടും എനിക്ക് തോന്നുന്നു. ഈ പോയിന്റ് വരെ കിട്ടും. So this is the angle phi. So this is AB2. ഇനി ഇത് എന്ത് ചെയ്യണം? ലോക്കസ് ഓഫ് B വരക്കുക. അപ്പോൾ ബിയും ലോക്കസ് ഓഫ് B വരച്ചു. അപ്പോൾ AB2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്താ വരിക? A dash B2 dash. A dash എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഈ B2 കൂടെ ഡ്രോപ്പ് എടുക്കുക, ഇന്റർസെക്ട് ചെയ്യും. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് A dash B2 dash. അപ്പോൾ B ഡാഷും B1 ഡാഷും ഇനി B2 ഡാഷാണ് വേണ്ടത്. ഇനി അടുത്തെന്താ വേണ്ട നമ്മൾ? A dash B1 dash AB2, AB1 A dash B2 dash, AB1ൻ്റെ ആർക്ക്. അപ്പോൾ എന്ന് പറയുമ്പോൾ A dash B2 ഡാഷിൻ്റെ ആർക്ക്. ഇതാണ് A dash B2 dash. അതിൻ്റെ ആർക്ക് എങ്ങനെ വരിക? ഇങ്ങനെ. അപ്പോൾ ഈ ആർക്ക് എന്ത് ചെയ്യും? ഈ കാണുന്ന B ഡാഷിനെ ഇന്റർസെക്ട് ചെയ്യും, ലോക്കസിനെ. അപ്പോൾ B1 ഡാഷ് വിടാം, B2 ഡാഷ് വിടാം. ഇത് എന്ത് കിട്ടി? ഈ B2 ഡാഷ് എന്നത് ഈ ലോക്കസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് B ഡാഷായി മാറി. കണ്ടോ? കിട്ടിയില്ലേ? അതേമാതിരി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത് വിടാം. എന്താ? ഈ ആർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഈ ലോക്കസിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ B ഇവിടെയുണ്ട്, B2 ലോക്കസ് ഓഫ് B ആണിത്. ലോക്കസ് ഓഫ് B2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ B1 ഉണ്ട്. ഈ B1 എന്ന് പറയുന്ന ആർക്ക് പോയിട്ട് ലോക്കസ് ഓഫ് ബിനെ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ആ B എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും. B1 എന്നത് B ആയി മാറും. എനിക്ക് ജോയിൻ ചെയ്യാം. എനിക്ക് ജോയിൻ ചെയ്യാൻ എന്ത് കിട്ടി? ദിസ് ഇസ് ദി ആംഗിൾ ആൽഫ. ദാറ്റ് ഈസ് A dash B dash is the elevation and AB, this is the plan. This angle is ബീറ്റ. അപ്പോൾ എലിവേഷൻ കിട്ടിയ പ്ലാനും കിട്ടിയില്ല. ഇങ്ങനെ വേണം നമ്മൾ സോൾവ് ചെയ്യാം. ഇനി ഇതിന് വേറൊരു മെത്തേഡിൽ കൂടി സോൾവ് ചെയ്യാം. അത് നോക്കാം. മറ്റു ടിപ്സ് പ്രകാരം, അതായത് ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഇത് വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് A dash B dash എന്ന് പറയുന്ന എലിവേഷൻ്റെ ലെങ്ത്തും AB എന്ന് പറയുന്ന പ്ലാൻ ലെങ്ത്തും ഇതൊക്കെ നമുക്ക് കിട്ടും. എത്ര കിട്ടുക? എലിവേഷൻ ലെങ്ത് A dash B dash എന്ന് പറയുന്നത് 46ഉം 54ഉം കിട്ടും. ഇത് 46ഉം കിട്ടി, മറ്റേത് 54. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് 16 കിട്ടി. തീറ്റ അറിയാം, ഫൈ അറിയാം, ആൽഫ അറിയാം, ബീറ്റ അറിയാം. സോ ജസ്റ്റ് ഡ്രോ വൺ ലൈൻ, ദാറ്റ് ഈസ് XY ലൈൻ വരച്ചു. പ്രൊജക്ടേഴ്സ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A വരച്ചു. A dash എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും കിട്ടി, A എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും കിട്ടി. ദാറ്റ് ഈസ് 15, 20 എന്ന് നമുക്ക് മനസ്സിലായി. Then keep your protractor here, take an angle that is 25 degree. Draw one line that is B1 dash to മനസ്സിലായി. This is locus of B dash എന്ന് മനസ്സിലായി. അതേമാതിരി ഇവിടെ വെച്ചു. ഫൈ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, 40 ഡിഗ്രി ഇതിങ്ങനെ വെച്ചു. അപ്പോൾ A B2 കിട്ടി. ദിസ് ഇസ് ദി ലോക്കസ് ഓഫ് B ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എടുത്തത് സോ ദിസ് ഇസ് ദി ആംഗിൾ തീറ്റ, ദിസ് ഇസ് ദി ആംഗിൾ ഫൈ. അപ്പോൾ തീറ്റൻ്റെ കൂടെ എപ്പോഴും അവിടെ ഉണ്ടാവുക ആൽഫയിലെ ഫ്രണ്ട്. ആൽഫ മീൻസ് ഫ്രണ്ട് വ്യൂ അല്ല, സുഹൃത്ത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 34 ഡിഗ്രി. കീപ് യുവർ പ്രൊട്രാക്ടർ ഹിയർ, മെഷർ ദിസ് 34 ഡിഗ്രി ആംഗിൾ, ഡ്രോ വൺ മോർ ലൈൻ. സോ യു വിൽ ഗെറ്റ് ദി പോയിന്റ് ഓഫ് എലിവേഷൻ. എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്താ പേര്? A dash B dash. സോ A dash is already here. സോ A dash B dash കിട്ടിയില്ലേ? A dash B dash കിട്ടിയില്ലേ? അതേമാതിരി പ്ലാൻ ലെങ്ത് എത്രയാണ്? AB എന്ന് പറയുന്നത് എത്രയാണ്? 54. നമ്മൾ ഈ ട്രയാങ്കിൾ മെത്തേഡ് കണ്ടുപിടിച്ചു. ഇവിടെ
കട്ട് ചെയ്യുക. എന്ത് കിട്ടി? പ്ലാൻ ലെങ്ത് കിട്ടിയില്ലേ? സോ ദിസ് ഇസ് എ ബി. അപ്പോൾ ഫൈൻ്റെ ഫ്രണ്ടാണ് സുഹൃത്ത് ചങ്ക് എന്ന് പറയുന്ന മാതിരി അതാണ് ബീറ്റ. സോ ദിസ് ഇസ് ആംഗിൾ ബീറ്റ. പിന്നെ നമുക്കറിയാം ബി ഡാഷും ബിയും എപ്പോഴും സ്ട്രൈറ്റ് ലൈനിൽ വരണം, ജോയിൻ ചെയ്യുക സ്ട്രൈറ്റ് ലൈൻ. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ബി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം, എത്ര ചെയ്യേണ്ടു. അതായത് ഈ ബി ഡാഷ് കിട്ടിയല്ലോ, ബി ഡാഷിന് വെറുതെ ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മുടെ ഡോട്ട് വരച്ചാൽ മതി. അത് ഈ ലോക്കസിനെ കട്ട് ചെയ്യല്ലോ, ആ പോയിന്റ് എന്തായാലും ബി ആയിരിക്കും. ഇനി എയും ബിയും നമ്മൾ ജോയിൻ ചെയ്യുക. എന്ത് കിട്ടി? യു ഗോട്ട് ദി ആംഗിൾ ബീറ്റ കിട്ടിയില്ലേ? ബീറ്റ കിട്ടി. അപ്പോൾ തീറ്റ കിട്ടി, ഇവിടെ നിങ്ങളുടെ ആൽഫ കിട്ടി, അതേമാതിരി ഫൈ കിട്ടി, ബീറ്റ കിട്ടി, പ്ലാൻ ലെങ്ത്, ട്രൂ ലെങ്ത്, സകലവും കിട്ടി. പക്ഷേ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് നല്ല ഭംഗിയാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ റിവേഴ്സ് ആയിട്ട് വരിക. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച പ്രകാരം എ ഡാഷ് ബി വൺ ഡാഷ് എ ബി വൺ ആർക്ക്, ഇവിടെ എ ബി ടു എ ഡാഷ് ബി ടു ഡാഷ് എ ഡാഷ് ബി ഡാഷ് ആർക്ക്, ഇങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ആർക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നേരെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടി നമുക്ക് എ ഡാഷ് ബി ടു ഡാഷ് കിട്ടി. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഇത് ഇവിടുന്ന് ആർക്ക് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ലൈൻ. ആ സ്ട്രൈറ്റ് ലൈൻ നേരെ എവിടെ പോകണം? ബി ടു ഡാഷ് നേരെ പോകണം. ബി ടു ഡാഷിൻ്റെ ബി ടുയിലേക്ക് പോകുന്ന സ്ട്രൈറ്റ് ലൈനാണ്. ആ സ്ട്രൈറ്റ് ലൈനാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. സോ യു ഗോട്ട് ദി സ്ട്രൈറ്റ് ലൈൻ. കറക്റ്റ് അല്ലേ? അതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് എ ബി വൺ ഇതാണ് എ ബി. ഇനി എ ബിയിൽ നിന്ന് എ ബി വണ്ണിലേക്ക് നമ്മൾ എന്താ വേണ്ടത്? ആർക്ക് വരക്കുക. ഇതാണ് എ ബി. അപ്പോൾ എ ബി വൺ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റൻ കിട്ടി. നമുക്ക് ഇവിടെ ആർക്ക് കിട്ടിയില്ലേ? സോ ദിസ് ഇസ് ഇവിടെയല്ലേ വരിക. അപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ടാണ് വരിക. ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് പറ്റി ബി വൺ ആർക്ക്. ഇനി അപ്പോൾ എ ബി വണ്ണിൽ നിന്ന് എ ഡാഷ് ബി വൺ ഡാഷിലേക്ക് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ. ശരിയല്ലേ? ഞാൻ ഇങ്ങോട്ട് സ്ട്രൈറ്റ് ലൈൻ ആക്കുക. അപ്പോൾ നമ്മുടെ ചിത്രം എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? ആദ്യം ഇത് വരച്ചു, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെ ഇങ്ങോട്ടേക്ക് ആർക്ക്. ഇങ്ങനെ വേണം, റോഡ് ഒരു വളവിലേക്ക് നിങ്ങൾ പോകുന്ന മാതിരി. അതേമാതിരി ഇവിടെ നിന്നാണ് കയറ്റാണ്, മുകളിലൊക്കെ കയറുവാണ്. സോ ഇതിങ്ങനെ ഇതിപ്പെടുന്നു. ഇവിടുത്തെ ഇറക്കം, ഇവിടുത്തെ കയറ്റം. സോ എങ്ങനെയാകുമ്പോൾ നമുക്കിത് കിട്ടി, ആൻസർ കിട്ടി. ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എ ഡാഷ് ബി വൺ ഡാഷ്, പിന്നെ എ ഡാഷ് ബി വൺ ഡാഷ് എ ബി വൺ എ ബി, എ ബി ടു എ ഡാഷ് ബി ടു ഡാഷ് എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് എനിക്ക് എ ഡാഷ് ബി ടു ഡാഷ് പോകണമെങ്കിൽ യു ഹാവ് ടു അപ്രോച്ച് ദി ആർക്ക്. ഇവിടെ നിങ്ങളുടെ ആർക്കിലേക്ക് വരിക. ഇനി എ ഡാഷ് ബി ടു ഡാഷ് എനിക്ക് എ ബി ടുയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ഗോ ദി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അങ്ങോട്ടൊക്കെ പഠിക്കുക. ഇങ്ങനെയെല്ലാം നമ്മൾ കാര്യങ്ങൾ സ്മൂത്ത് ആകാൻ വേണ്ടി പറയുന്ന ഓരോ ടിപ്സാണ്, അത്രയേ ഉള്ളൂ. അതേമാതിരി എ ഡാഷ് ബി വൺ ഡാഷ് ഓൾറെഡി എവിടെയുള്ളത്? ഇത് എവിടെയുണ്ട്. അവിടെ എനിക്ക് എ ബി വണ്ണിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഇനി എ ബി വൺ എ ബിയിലേക്ക് പോകണമെങ്കിൽ നീ വേണം ആർക്ക് മെത്തേഡ്. സ്ട്രൈറ്റ് ലൈൻ വരുമ്പോൾ ആർക്ക് എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.